എല്ലാവർക്കും അജിന്ത്യ പ്രസാദ് ഫാമിലി വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാൻ ഇഷ്ടമുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് ചെറുപ്പത്തിലെ വന്നിട്ട് അധികം കാലങ്ങളൊന്നും ആയിട്ടില്ല തോന്നുന്നുണ്ട്. എന്നാലും എനിക്ക് ആ സമയത്തൊക്കെ അച്ഛനോടും അമ്മോടും പറഞ്ഞിരുന്നത് എനിക്കിത് കഴിക്കണം, എനിക്ക് നൂഡിൽസ് കഴിക്കണം എന്നാണ് ഞാൻ പറയാറ്. അപ്പൊ അച്ഛൻ അമ്മയും ഒക്കെ പറയും, അന്ന് നമുക്ക് അത്ര വലിയ എന്താ പറയാ, അന്ന് ഒരു ഗ്രാമത്തിലൊക്കെ ജീവിക്കുന്ന നമ്മൾക്ക് ഇതൊക്കെ ഒരു ആർഭാട ജീവിതമാണെന്നാണ് നമ്മൾക്ക് കരുതിയിരുന്ന കാലഘട്ടം. പിന്നെ ഇതിനെ കുറിച്ചൊക്കെ വരുന്ന ന്യൂസുകളൊക്കെ വളരെ അവരുടെ ചിന്താഗതികൾക്കനുസരിച്ചൊക്കെ നമുക്ക് വാങ്ങിച്ചില്ല. പിന്നെ അതിനുള്ള പൈസയും ഉണ്ടായിരുന്നില്ല. ചെറിയ ചെറിയ നമുക്ക് വലിയ പൈസക്കാരൊന്നുമല്ലായിരുന്നു നമ്മള് പറയാം. ഒരു ഗവൺമെന്റ് ജോലിക്കാരുടെ ജീവിതമാണ്. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു, പ്രാരാബ്ധങ്ങളൊക്കെ ഉള്ള ഒരു ഗവൺമെന്റ് ജോലിക്കാരുടെ ജീവിതമാണ്. അപ്പൊ ഇതൊന്നും അച്ഛനമ്മങ്ങൾ വല്ലപ്പോഴും ഇത് ഞങ്ങളുടെ എന്താ പറയാ, നമുക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ഞങ്ങളുടെ ഭയങ്കര റിച്ച് ഡേ എന്ന് പറയുന്നത് ഇങ്ങനത്തെ സാധനങ്ങൾ മേടിച്ച് നമ്മൾ കഴിക്കുന്ന ദിവസമാണ് ഞങ്ങളുടെ റിച്ച് ഡേ. അപ്പൊ അങ്ങനത്തെ ഒരു ഡിഷാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പോൾ എനിക്ക് നൂഡിൽസ് ഇത് എനിക്കൊരു പ്രസന്റ് കിട്ടിയതാണ്. അപ്പോൾ ആ പ്രസന്റിൽ ഞാൻ എന്ത് ചെയ്തു, നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാം. ഞാൻ കുറേ വർഷങ്ങളായി, ഇപ്പോൾ ഒരു 2 വർഷത്തിന് മേലെ കേട്ടോ ഞാൻ നൂഡിൽസ് കഴിച്ചിട്ട് 2 വർഷത്തിന് മേലെ. അപ്പോൾ കഴിക്കാം, ഇന്ന് ഉണ്ടാക്കാം, അത് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാം എന്നാണ് വിചാരിച്ചിട്ട് ഉണ്ടാക്കാനേ. ഞാൻ ആദ്യം കുറച്ച് വെളുത്തുള്ളി പേസ്റ്റും ഇഞ്ചി പേസ്റ്റും ഒക്കെ ഉണ്ട്, പക്ഷേ ഞാൻ ഇഞ്ചിയൊന്നും ഞാൻ ചേർക്കുന്നില്ല. കുറച്ച് വെളുത്തുള്ളി അങ്ങ് ചേർത്ത് കൊടുക്കണം ഈ പാനിലേക്ക്. കുറച്ച് വെളുത്തുള്ളി വലിയ ആവശ്യമൊന്നുമില്ല, അതൊക്കെ ഡിപ്പെൻസ്, നിർബന്ധമൊന്നുമില്ല. നമുക്ക് എത്ര ചേർക്കണം എന്ത് ചേർക്കണം എന്നൊക്കെ നമ്മുടെ ഇഷ്ടത്തിനങ്ങ് നമ്മളങ്ങ് വിട്ടുകൊടുക്കും. ഇതിലേക്ക് നമ്മളിത്തിരി വെള്ളം, തിളപ്പിച്ചിട്ടുള്ള വെള്ളം, ഞാൻ തിളപ്പിച്ചിട്ട് ചൂടൊന്നുമില്ല എനിക്ക് ഈ വെള്ളത്തിന്. അപ്പം അതുകൊണ്ട് ഞാൻ ഇത് ചെയ്തു വെച്ചാൽ ഇത്തിരി ചൂടോട് കൂടിയിട്ട് തന്നെ, അത് ചൂടാവാൻ വേണ്ടിയിട്ട് തന്നെ ഈ വെള്ളം ഞാൻ അങ്ങോട്ട് ഒഴിക്കുകയാണ്. 1 കപ്പ് വെള്ളമാണ് ഞാൻ എടുക്കുന്നത്. ഇനി അത് അറിയില്ല, ഞാൻ ഉണ്ടാക്കിയിട്ട് അതിൽ എഴുതിയിട്ടുണ്ട്, വിശദീകരിച്ചൊക്കെ എഴുതി തന്നിട്ടുണ്ട്. എന്ത് കണ്ടാലും എഴുതിയാലും വായിച്ചാലൊക്കെ എനിക്കങ്ങ് രജിസ്റ്റർ ആവില്ല തലയിലേക്ക്. അപ്പം എൻ്റേതായ ഒരു ഇഷ്ടത്തിനാണ് ഞാനിത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് ഈ വെള്ളം അങ്ങ് തിളക്കട്ടെ, തീയൊക്കെ ഒന്ന് കൂട്ടിക്കാം. വെള്ളം ഒന്ന് തിളക്കട്ടെ. തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ ഇതിലേക്കുണ്ട്. അപ്പം അതിലേക്ക് നമുക്ക് പൊടി അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇത് എന്താ പറയുക, എൻ്റെ സ്പെഷ്യൽ കൂട്ടിക്കാരി എന്നൊക്കെയാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. സ്പെഷ്യൽ കൂട്ടുകാരനും കൂട്ടുകാരിയൊക്കെയാണ്. വളരെ ഇഷ്ടമാണ് ഞങ്ങളുടെ റിച്ച് ഡേ. ഇന്ന് നമുക്ക് വാങ്ങിക്കാനുള്ള സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഉണ്ടെങ്കിലും നമ്മൾക്കധികം നല്ലതല്ലല്ലോ, അധികം കഴിക്കുന്നത് അത്ര നന്നല്ലാത്തത് കൊണ്ട് നമ്മളങ്ങനെ കഴിക്കാറില്ല. എപ്പോഴെങ്കിലൊക്കെ കഴിക്കിട്ടാവില്ല, എപ്പോഴൊക്കെ കഴിക്കാം. ഇനി നമ്മളതിലേക്ക് ഇതാണ് ചേർത്ത് കൊടുക്കും. നല്ലതല്ലേ, സ്മെല്ലൊക്കെ വരുമ്പോൾ തന്നെ നമുക്ക് കൊതിയുണ്ട്. ഇത്തിരി വെന്തിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് എനിക്കിങ്ങനെ ജ്യൂസി ടൈപ്പാണ് കുറച്ചും കൂടി ഇഷ്ടം കേട്ടോ. ഏട്ടന് എന്തായാലും കുഴപ്പമില്ല. പിന്നെ നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾക്ക് ഇഷ്ടമല്ലേ ഇങ്ങനെ നൂഡിൽസ് ഒക്കെ ഇടയ്ക്കൊക്കെ കഴിക്കാൻ. ഞാനിത് നമ്മുടെ മറ്റേ നൂഡിൽസ് ഉണ്ടല്ലോ നമ്മൾ മേടിക്കുന്ന പോലത്തെ, അതുപോലെ എനിക്ക് അതിൻ്റെ പേരൊന്നും അറിയില്ല, കാരണം ഞാനത് അത്ര അധികം യൂസ് ചെയ്യാത്തത് കൊണ്ടാണ് കേട്ടോ. ഞാൻ അത് വാങ്ങിച്ചൊക്കെ കഴിക്കുന്നത്, അതൊക്കെ ഞാൻ ഉണ്ടാക്കാറുണ്ടായിരുന്നു, പണ്ടൊക്കെ ഉണ്ടാക്കാറുണ്ട്. പണ്ടെന്ന് പറഞ്ഞാൽ കുറച്ച് ആൾക്ക് മുൻപ്. നമ്മളിപ്പോൾ കുറച്ചൊക്കെ ഹെൽത്തി
ഇതായിട്ട് നമ്മൾ ചെറുതായിട്ടൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ ചില കാര്യങ്ങൾ ഒഴിവാക്കിയപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മളിത് വിട്ടു. ഞാനിതിലേക്ക് ഒരു സംഭവം ചേർക്കുന്നുണ്ട്. കുറച്ച് ഗ്രീൻ പീസ് ചേർക്കുന്നുണ്ട്. ഗ്രീൻ പീസ് നല്ലതാണ്, ഇടയ്ക്കൊക്കെ ഒന്ന് കഴിക്കാമല്ലോ നമുക്ക്. ഗ്രീൻ പീസ് നല്ലതാണ്. ഗ്രീൻ പീസ് ചേർക്കുന്നുണ്ട്. അതിലേക്ക് ഞാനൊരു കുറച്ച് ഞാൻ പുതിയനയിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് അതൊരു സാലഡ് പരുവത്തിന് നമുക്കിത് കഴിക്കാമല്ലോ. അത്യാവശ്യം തക്കാളി ഇതൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കൂണ് കണ്ടോ, നമുക്ക് കുറച്ച് നമ്മുടെ ചോളം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ചോളാണ് ചേർത്ത് കൊടുക്കാം. നമുക്ക് ചെയ്യാം. ചോളം ചേർത്തതിന് ശേഷം നമുക്ക് കുറച്ച് ബാക്കിയുള്ള മസാല ഉണ്ടല്ലോ അതാണ് ചേർത്ത് കൊടുക്കാം. മസാല ചേർത്തിട്ട് ഒന്ന് ഇളക്കി നല്ല പരുവത്തിൽ ഞങ്ങൾ റെഡിയാക്കാം. അപ്പോൾ എനിക്ക് വെള്ളമൊക്കെ വറ്റി ഇതായി. കുറച്ച് നമുക്ക് ഈ പുതിയില മല്ലിയില ഈ സംഭവങ്ങളൊക്കെ കുറച്ചൊക്കെ നമുക്ക് ചേർത്ത് ഇങ്ങനെ പൊട്ടിച്ചിട്ട് കൊടുക്കാം. അതും കൂടിയായി. ഇനി നമുക്ക് കുറച്ച് ഇത് ഇത്തിരി നല്ലതാ തോന്നുന്നുണ്ട്. കുട്ടികൾക്കൊക്കെയാണ് നല്ലതായിട്ട്, പക്ഷെ എനിക്കിഷ്ടമാണ് കേട്ടോ. കുട്ടികൾക്ക് മാത്രമല്ല എനിക്കിഷ്ടമാണ്. വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കും കേട്ടോ. വർഷങ്ങളായി ഉണ്ടാക്കിയിട്ടെന്ന് മാത്രം. ഇനി അതിലേക്ക് നമ്മൾ തക്കാളി സവാള ഇതൊക്കെ എനിക്ക് പച്ചക്ക് കഴിക്കാനാണ് ഇഷ്ടം. അതൊരു അതിൻ്റെ പച്ചമണം പോകുമൊന്നും വേണ്ട. നമ്മളത് അങ്ങനെ ഇട്ട് കൊടുത്ത് നമുക്കിത് തീ ഓഫ് ചെയ്ത് മൂടി വയ്ക്കാം. കുറച്ച് നേരം നമുക്കത് സെറ്റ് ആവട്ടെ. ഒന്ന് മൂടി വയ്ക്കാം. ഇതാണ് ഇന്നത്തെ നമ്മളുടെ ഭക്ഷണം. സൂപ്പറായിട്ടില്ലേ? കഴിച്ചാലോ? കുറച്ചിരി നമ്മൾ എടുത്ത് മധുരക്കിഴങ്ങും കൂടി വയ്ക്കാം. മധുരക്കിഴങ്ങും കൂടി കഴിക്കാം അല്ലേ നമുക്ക്? കണ്ടോ? ഇത് ടേസ്റ്റ് നോക്കട്ടെ. കുറേ വർഷങ്ങൾക്ക് ശേഷം കഴിക്കുന്നത് കൊണ്ടേ നല്ല സ്വാദ് തോന്നുന്നുണ്ട്. അതാണ് ഫാമിലി വ്ലോഗ് സൈനിങ് ഓഫ്. ബൈ ബൈ. See you tomorrow.